കഫമെന്ന് കേട്ട് മടുത്തോ? എന്താ പ്രശ്നം അപ്പം? കുഞ്ഞു പറയുന്ന പോലെ മിക്ക അമ്മമാരും പറയാറുണ്ട്, ഡോക്ടറെ കഫം 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 കൊണ്ട് തോറ്റു മടുത്തു എന്ന്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് കഫം ഉണ്ടാവും? കഫം ഉണ്ടാവണമെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ അലർജി കൊണ്ടോ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി ഉണ്ടെങ്കിൽ മാത്രമേ അത് മൂലം കഫം ഉണ്ടാവുകയുള്ളൂ. ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, കഫം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ശരിയാണോ? ഏതൊക്കെയാണ് ആ ഭക്ഷണങ്ങൾ? കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ മിക്ക അമ്മമാരും ചോദിക്കും, പനങ്ങൽക്കണ്ണം കൊടുക്കേണ്ട ഡോക്ടറെ, കഫം ഉണ്ടാവില്ലല്ലോ. ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. പനങ്ങൽക്കണ്ണവും കരിപ്പട്ടിയും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ പനങ്ങൽക്കണ്ടത്തിന് കഫം ഒഴിവാക്കാൻ ഇല്ല. അത് തെറ്റായ ധാരണയാണ്. രണ്ടാമത്, പശുവും പാല് കൊടുത്താൽ കഫം കൂടുന്നു പറഞ്ഞാൽ അത് കൊടുക്കാമോ ഡോക്ടറെ? തീർച്ചയായിട്ടും പശുവും പാല് സാധാരണ ഒരു ഭക്ഷണം പോലെ കൊടുക്കാവുന്നതാണ്. പക്ഷെ പശുവും പാല് കൊടുക്കുമ്പോൾ മാത്രമേ കുഞ്ഞിന് ചുമയോ മൂക്കൊലിപ്പോ തുമ്മലോ അല്ലെങ്കിൽ ശ്വാസമുട്ടോ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ അത് ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം പശുവും പാല് സാധാരണ ഭക്ഷണം പോലെ കൊടുക്കാവുന്നതാണ്. തൈര് കൊടുക്കാമോ? തൈര് കൊടുത്താൽ കഫം കൂടുമോ? തൈര് കൊടുത്താൽ കഫം കൂടുകയില്ല. തൈര് കൊടുത്താൽ കഫം കൂടും എന്നുള്ള കുട്ടികൾക്ക് മാത്രം ഒഴിവാക്കുക. അല്ലാത്ത കുട്ടികൾക്കെല്ലാം തന്നെ കഫം കൊടുക്കാവുന്നതാണ്. പഴങ്ങൾ, അതുപോലെ മുന്തിരിങ്ങ, നാരങ്ങ, ഇത് ഒഴിവാക്കാൻ ഡോക്ടറെ ആവശ്യമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് അലർജി ഉള്ള കുട്ടികളെ പോലും പഴം, മുന്തിരിങ്ങ, നാരങ്ങ കൊടുക്കുമ്പോൾ തുമ്മൽ അല്ലെങ്കിൽ അലർജി കൂടുന്നെങ്കിൽ മാത്രം ഒഴിവാക്കുക. അല്ലാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാം. ഡോക്ടറെ ആന്റിബയോട്ടിക് കൊടുക്കാൻ ശരിയാവില്ല, കഫം പോവില്ല. അത് ശരിയാണോ? തെറ്റായ ധാരണയാണ്. കുഞ്ഞിന് ഇൻഫെക്ഷൻ ഇല്ലാതെ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ചെറിയ മൂക്കൊലിപ്പോ തുമ്മലോ